നമ്മുടെ നാട്ടിൽ സ്വർണത്തിനുള്ള സ്ഥാനം എന്താണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. സമ്പാദ്യം എന്നതിലുപരി വൈകാരികമായ ഒരു മൂല്യം കൂടി നമ്മൾ സ്വർണത്തിന് നൽകാറുണ്ട്. പ്രത്യേകിച്ച് വിവാഹ സമയത്ത് ലഭിക്കുന്ന ആഭരണങ്ങളും അമ്മമാരിൽ നിന്നോ മുൻ തലമുറകളിൽ നിന്നോ പാരമ്പര്യമായി കിട്ടുന്ന സ്വർണവുമൊക്കെ വലിയൊരു നിധിയായിട്ടാണ് നമ്മൾ സൂക്ഷിക്കുന്നത്. പലപ്പോഴും വീട് പണിക്കോ മറ്റ് അടിയന്തര ആവശ്യങ്ങൾക്കോ വേണ്ടി ഈ സ്വർണം വിൽക്കാൻ നമ്മൾ നിർബന്ധിതരാകാറുമുണ്ട്. പാരമ്പര്യമായി കിട്ടിയതോ വിവാഹത്തിന് ലഭിച്ചതോ ആയ സ്വർണം വിൽക്കുമ്പോൾ ഇൻകം ടാക്സ് നൽകേണ്ടതുണ്ടോ? ടാക്സ് നിയമങ്ങളിൽ വന്ന പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഒരു വ്യക്തിക്ക് വീട്ടിൽ എത്രത്തോളം സ്വർണം സൂക്ഷിക്കാം? ഇതിനുള്ള എല്ലാ മറുപടിയും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യം തന്നെ പലർക്കുമുള്ള ഒരു വലിയ സംശയത്തിലേക്ക് വരാം. നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്നോ പൂർവികരിൽ നിന്നോ വിൽപത്രം വഴിയോ അല്ലാതെയോ സ്വർണം പാരമ്പര്യമായി ലഭിക്കുമ്പോൾ അതിന് നിങ്ങൾ എന്തെങ്കിലും നികുതി നൽകേണ്ടതുണ്ടോ? ഇൻകം ടാക്സ് നിയമപ്രകാരം പാരമ്പര്യമായി ലഭിക്കുന്ന വസ്തുക്കൾക്കോ സ്വർണത്തിനോ നിങ്ങൾ ഉടനടി യാതൊരുവിധ നികുതിയും നൽകേണ്ടതില്ല. ഇത് നിങ്ങളുടെ ആദായമായി കണക്കാക്കില്ല. അതുപോലെ തന്നെ ഇത് നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേണിൽ കാണിക്കേണ്ടതുമില്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ എപ്പോഴാണ് ഇതിന് നികുതി വരുന്നത്? നിങ്ങൾ ഈ പാരമ്പര്യമായി കിട്ടിയ സ്വർണമോ വിവാഹ ആഭരണങ്ങളോ വിൽക്കുമ്പോൾ മാത്രമാണ് നികുതി ബാധ്യത ഉണ്ടാകുന്നത്. അതും വിൽക്കുന്ന മുഴുവൻ തുകയ്ക്കുമല്ല നികുതി നൽകേണ്ടത്. പകരം ആ സ്വർണം വിൽക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ലാഭത്തിന്മേലാണ് ടാക്സ് കണക്കാക്കുന്നത്. ഇവിടെ നമ്മൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ചില മാറ്റങ്ങളുണ്ട്. 2024 ജൂലൈയിലെ ബജറ്റിന് ശേഷം സ്വർണത്തിന്റെ നികുതി ഘടനയിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് 2 രീതിയിലാണ് തരംതിരിച്ചിരിക്കുന്നത്. നിങ്ങൾ സ്വർണം കൈവശം വെച്ചിരിക്കുന്ന കാലാവധി 24 മാസമോ അതിൽ കുറവോ ആണെങ്കിൽ ഇതിനെ ഷോർട്ട് ടേം അസറ്റായി കണക്കാക്കും. ഇത് വിൽക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ലാഭം നിങ്ങളുടെ ആകെ വരുമാനത്തോട് ചേർക്കുകയും നിങ്ങൾ ഏത് ടാക്സ് ലാബിലാണോ വരുന്നത് ആ നിരക്കിൽ നികുതി ഈടാക്കുകയും ചെയ്യും. സ്വർണം 24 മാസത്തിൽ കൂടുതൽ കൈവശം വെച്ച ശേഷമാണ് വിൽക്കുന്നതെങ്കിൽ അത് ലോങ് ടേം അസറ്റായി മാറും. 2024 ജൂലൈയിലെ പുതിയ നിയമപ്രകാരം ഇൻഡക്ഷൻ ആനുകൂല്യങ്ങൾ ഇല്ലാതെ ഫ്ലാറ്റ് 12.5% നിരക്കിലാണ് ഇപ്പോൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ഈടാക്കുന്നത്. ഇനി പാരമ്പര്യമായി കിട്ടിയ സ്വർണത്തിന്റെ ലാഭം എങ്ങനെ കണക്കാക്കുമെന്ന് നോക്കാം. ഉദാഹരണത്തിന് നിങ്ങളുടെ അമ്മ 30 വർഷം മുമ്പ് വാങ്ങിയ സ്വർണമാണ് നിങ്ങൾ ഇപ്പോൾ വിൽക്കുന്നതെങ്കിൽ ഈ 24 മാസത്തെ കാലാവധി കണക്കാക്കുന്നത് അമ്മ വാങ്ങിയ തീയതി മുതൽ നിങ്ങൾ വിൽക്കുന്ന തീയതി വരെയുള്ള ആകെ സമയമാണ്. അതുകൊണ്ട് ഇത് തീർച്ചയായും ലോങ് ടേം കണത്തിൽ വരും. നികുതി 12.5% ഇതിന്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ അഥവാ വാങ്ങിയ വിലയായി കണക്കാക്കുന്നത് മുൻപ് അത് വാങ്ങിയ ആൾ എത്ര രൂപയ്ക്കാണ് വാങ്ങിയത് ആ വിലയാണ്. ഇനി സ്വർണം വാങ്ങിയ ബില്ലുകളൊന്നും കൈവശമില്ലെങ്കിൽ എന്ത് ചെയ്യും? നിയമപ്രകാരം 2001 ഏപ്രിൽ 1 മുൻപ് വാങ്ങിയ സ്വർണമാണെങ്കിൽ 2001 ഏപ്രിൽ 1 വിപണി വില ഇതിന്റെ വാങ്ങിയ വിലയായി കണക്കാക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. മറ്റൊരു പ്രധാന ചോദ്യം ഒരു ഇന്ത്യൻ പൗരന് വീട്ടിൽ എത്രത്തോളം സ്വർണ്ണാഭരണങ്ങൾ സൂക്ഷിക്കാം എന്നതാണ്. നിങ്ങളുടെ പക്കൽ കൃത്യമായ വരുമാന സ്രോതസ്സോ ബില്ലുകളോ ഉണ്ടെങ്കിൽ എത്ര സ്വർണം വേണമെങ്കിലും സൂക്ഷിക്കാം. അതിന് പരിധിയില്ല. എന്നാൽ കൃത്യമായ വരുമാന രേഖകൾ ഇല്ലാത്ത സാഹചര്യത്തിൽ ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡ് ഉണ്ടായാൽ പിടിച്ചെടുക്കാൻ പാടില്ലാത്ത ചില പരിധികൾ സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ട്. വിവാഹിതയായ ഒരു സ്ത്രീക്ക് ഏകദേശം 62.5 പവൻ, അവിവാഹിതയായ ഒരു സ്ത്രീക്ക് ഏകദേശം 31 പവൻ, പുരുഷന്മാർക്ക് ഏകദേശം 12.5 പവൻ സ്വർണമാണ് കൈവശം വയ്ക്കാൻ സാധിക്കുക. ഈ പരിധിക്കുള്ളിലുള്ള സ്വർണമാണെങ്കിൽ റെയ്ഡ് സമയത്ത് ഉദ്യോഗസ്ഥർ അത് പിടിച്ചെടുക്കില്ല. പാരമ്പര്യമായി കിട്ടിയ സ്വർണമോ വിവാഹ ആഭരണങ്ങളോ വിൽക്കാൻ പോകുമ്പോൾ കൃത്യമായ രേഖകളോ വിൽപത്രത്തിന്റെ പകർപ്പോ ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. വലിയ തുകയുടെ സ്വർണമാണ് വിൽക്കുന്നതെങ്കിൽ ഒരു ടാക്സ് കൺസൾട്ടന്റിന്റെ സഹായം തേടുന്നതും നന്നായിരിക്കും. കാരണം വരുമാന സ്രോതസ് തെളിയിക്കാൻ പറ്റിയില്ലെങ്കിൽ ഉയർന്ന നികുതിയും പിഴയും ഒടുക്കേണ്ടി വന്നേക്കാം. ഈ വീഡിയോ ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. ഏതെങ്കിലും ഫിനാൻഷ്യൽ ഡിസിഷൻ എടുക്കുന്നതിന് മുൻപ് ഒരു സെബി രജിസ്റ്റേർഡ് അഡ്വൈസറുമായി ബന്ധപ്പെടുക. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നാണ് വിശ്വസിക്കുന്നത്. സ്വർണ്ണ നികുതിയെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള സാമ്പത്തിക കാര്യങ്ങളും പുതിയ നിയമങ്ങളും വേഗത്തിൽ അറിയാൻ ET മലയാളം ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.